ഓരോ ദിനവും ഖുർആനിനൊപ്പം നന്മ വഴി 228 ദിവസം. സൂറത്തുൽ ബഖറ 218. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഇന്നല്ലദീന ആമനൂ വല്ലദീന ഹാജറൂ വജാഹദൂ ഫീ സബീലില്ലാഹി ഉലൈക യർജൂന റഹ്മത്തല്ലാഹ് വല്ലാഹു ഗഫൂറുർ റഹീം. മറിച്ച് സത്യവിശ്വാസത്തിൽ അടിയുറച്ച് നിലകൊള്ളുകയും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ദേശത്യാഗം ചെയ്യുകയും സമരമനുഷ്ഠിക്കുകയും ചെയ്തവരോ അവരല്ലോ അള്ളാഹുവിൻ്റെ കാരുണ്യം പ്രതീക്ഷിക്കാൻ അർഹതയുള്ളവർ. അള്ളാഹു അവരുടെ പാപങ്ങൾ പൊറുക്കുന്നവനും അവരിൽ അനുഗ്രഹം വർഷിക്കുന്നവനുമാകുന്നു. അള്ളാഹുവിൻ്റെ ഈ മുന്നറിയിപ്പ് അന്ത്യനാൾ വരെ നിലനിൽക്കുന്ന ഒന്നാണ്. പരീക്ഷണങ്ങൾക്കും പീഡനങ്ങൾക്കും വിധേയരായി മതവും വിശ്വാസവും കൈയൊഴിയാൻ അവർക്കനുവാദമില്ല. മർദ്ദന പീഡനങ്ങൾ മതപരിത്യാഗത്തിനും വിശ്വാസ നിരാകരണത്തിനും മതിയായ കാരണങ്ങളല്ല. അനുഭവിച്ചറിഞ്ഞ സത്യത്തിൽ നിന്ന് പിന്തിരിയാനുള്ള ന്യായവുമല്ല. മറിച്ച് അവയെ നേരിടുകയും എതിരിടുകയും അള്ളാഹു അനുവദിക്കുവോളം സഹനവും സ്ഥൈര്യവും അവലംബിക്കുകയുമാണ് വേണ്ടത്. തന്നെ വിശ്വസിക്കുകയും തൻ്റെ മാർഗത്തിൽ പീഡനങ്ങൾ സഹിക്കുകയും ചെയ്യുന്നവരെ അള്ളാഹു ഒരിക്കലും കൈവടിയുകയില്ല. രണ്ട് നേട്ടങ്ങളിലൊന്ന് അവർക്ക് കനിഞ്ഞരുളാതിരിക്കില്ല. ഒന്നുകിൽ വിജയം, അല്ലെങ്കിൽ രക്തസാക്ഷ്യം. അതും മഹത്തായ വിജയമത്രേ. ഇവിടെ ദൈവമാർഗത്തിൽ മർദ്ദന പീഡനങ്ങൾ ഏറ്റവർക്ക് അവർ പ്രതീക്ഷിക്കുന്ന ദൈവകാരുണ്യം സുനിശ്ചിതമാണ്. സത്യവിശ്വാസത്താൽ ഹൃദയം പ്രകാശപൂരിതമായവർക്ക് അക്കാര്യത്തിൽ നിരാശയേയില്ല. ഒരു ഉദ്ദേശം നേടേണ്ടതിന് അങ്ങേയറ്റത്തോളമുള്ള പരിശ്രമം വിനിയോഗിക്കുക എന്നതാണ് ജിഹാദിൻ്റെ അർത്ഥം. ഇത് യുദ്ധത്തിൻ്റെ പര്യായമല്ല. യുദ്ധത്തിന് അറബിയിൽ ഖിതാൽ എന്ന വാക്കാണ് സാധാരണ ഉപയോഗിക്കാറുള്ളത്. ജിഹാദിന് അതിലും എത്രയോ വിപുലവും വിശാലവുമായ അർത്ഥമാണുള്ളത്. ഈ പരിശ്രമത്തിൻ്റെ പ്രചോദനം സൃഷ്ടാവായ അള്ളാഹുവിൻ്റെ പ്രീതി മാത്രമായിരിക്കണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.